ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോസ് ഞങ്ങൾ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ വേറൊരു പ്രധാന ദിവസം കൂടിയാണ് ഇന്ന്. ബറാത്തിൻ്റെ നോമ്പ് നോറ്റിട്ട് നോമ്പ് തുറന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളിപ്പോൾ പോവുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ബഹ്റൈനിലുള്ള അൻസാർ ഗാലറിയിലോട്ടാണ്. അപ്പം അവിടേക്ക് പോകുന്ന ആ റോഡിൻ്റെ വ്യൂസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടൊരു 10-15 മിനിറ്റ്സേ ഉള്ളൂ നമുക്കിപ്പോൾ അവിടെ എത്താനും വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നതാണ് അൻസാർ ഗാലറി. ഇപ്പോൾ നമുക്ക് ബഹ്റൈനിലുള്ള അധികം പേരും ഇവിടേക്ക് പോയിട്ടുണ്ടാവും. കാരണം കാണാൻ നല്ല ഭംഗിയാണ് ഇതിനകത്ത്. ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഒരുപാട് വീട്ടിലേക്ക് വേണ്ടതും കുട്ടികൾക്ക് കളിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഫാൻസി ബാഗ്, ഡ്രസ്സ്, അങ്ങനെ അപ്പം അതിനകത്തുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞാലും എണ്ണിയാലും തീരാത്ത പോലെയാണ്. അപ്പോൾ അത്രയും സാധനങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വരാം കേട്ടോ. ഇപ്പം ഈ കാണുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഫസ്റ്റ് നമ്മളിപ്പോൾ പോകുന്നത് തന്നെ എൻട്രൻസ് ഗേറ്റ് നമ്പർ 1 ആണ്. അപ്പം ആ ഭാഗത്ത് തന്നെയാണ് ഇപ്പം ഒരുപാട് ഫ്ലവേഴ്സും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കുന്ന കാര്യങ്ങളും നമ്മുടെ വീട്ടിലേക്കുള്ള ചെടിച്ചട്ടികൾ, അതുപോലെ തന്നെ ഒരുപാട് ഫ്രെയിംസൊക്കെ ഉണ്ട് അവിടെ. ഷോക്കേസിൽ വെക്കുന്നതാകട്ടെ എന്തും ആവട്ടെ, അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് കാണാൻ പറ്റിപ്പോൾ. കണ്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനാണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ. ഫോട്ടോസില്ലാതെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് വരുന്നത് ലൈറ്റുകളാണ്. അപ്പം അതൊന്നും വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ അതിന് ഓപ്പോസിറ്റ് വരുന്നത് ലൈറ്റ് ഐറ്റംസാണ് വരുന്നത് കേട്ടോ. അപ്പം ഞങ്ങളിവിടുന്ന് എൻട്രൻസിൻ്റെ ആ ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞിട്ട് ആ ഭാഗത്ത് കുറച്ചൊന്ന് നോക്കിങ്ങാണ്ടാണ് ഞങ്ങൾ പിന്നെ നേരെ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നത്. അപ്പം നമുക്ക് ആ ഭാഗങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നും കൂടി നോക്കാം. ഇപ്പം അതുപോലെ തന്നെ നമുക്ക് റേറ്റൊക്കെ വരുന്നത് അത്ര വലിയ റേറ്റൊന്നും, ഇപ്പോൾ ഇത്രയും വലിയ ഷോപ്പാണെങ്കിലും അത്ര വലിയ റേറ്റൊന്നും നമുക്കതിൽ കാണുന്നില്ല കേട്ടോ. നമുക്ക് ആ ഭാഗങ്ങളൊന്നും ഇപ്പം കാണാം. നമുക്ക് അവിടെ ഉള്ള എന്തൊക്കെയാണ് എന്നുള്ളത്. ഇപ്പോൾ റംലാൻ ആയത് കാരണം തന്നെ അവിടെ ഒരുപാട് റംലാൻ്റെ ആ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പം പിന്നുള്ളത് ഫ്ലോറിന് യൂസ് ചെയ്യുന്ന, ഇപ്പം നമ്മൾ ചുമരുമ്മലും വാഷ്റൂമിലും കിച്ചണിലും അങ്ങനെ ഫ്ലോറിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. ഞാനത് തൊട്ട് നോക്കിയപ്പോൾ അത്ര വലിയ ക്വാളിറ്റി ഒന്നും നമുക്ക് കാണുന്നില്ല. പക്ഷെ അത് ഘടിപ്പിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടാവട്ടെ. പിന്നെ നമുക്ക് ഈ ജോലിക്കൊക്കെ പോകുന്ന ഒരുപാട് സ്ക്രൂ ഡ്രൈവർ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. അതൊക്കെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നമ്മളവിടെ നിന്ന് ഇപ്പം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊന്നുമല്ലല്ലോ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിരിക്കുന്നത്. അപ്പം ഈ പോയപ്പോൾ ഒന്ന് കാണാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത്. ഈ ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ് കേട്ടോ ഈ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേ ഗ്രൗണ്ട്, അതുപോലെ തന്നെ കോഫി ഷോപ്പ്, പിന്നെ പിസ്സ, ബർഗർ, KFC, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട് ഷോപ്പുകൾ. നമ്മൾ മലയാളികൾ തന്നെയാണ് കേട്ടോ അധികം ഉള്ളത് അവിടെ ഷോപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നേരെ പോയതിപ്പോൾ 3rd ഫ്ലോറാണ് അവിടെ ഉള്ളത്. ഫസ്റ്റും സെക്കൻഡും ഞങ്ങൾ അങ്ങോട്ട് ആ ഭാഗത്തുനിന്ന് കറങ്ങാതെ നേരെ പോയത് 3rd ഫ്ലോറിലോട്ടാണ്. അപ്പം അവിടെ നമുക്ക് മെയിനായിട്ടുള്ളത് ഫർണിച്ചർ ഐറ്റംസാണ് അവിടെ ഉള്ളത്. പിന്നെ ഒരുപാട് ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഭാഗത്തായിട്ട് അവിടെ ഒരു കുറച്ച് സാധനങ്ങൾ ഡിസ്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഡെയിലി വെയർ ആയിക്കോട്ടെ, ലേഡീസിൻ്റെത്, കിഡ്സിൻ്റെത്, മെയിലിൻ്റെത്, അങ്ങനെ ഒരുപാട് ഡെയിലി വെയർ ഉണ്ട്. പിന്നെ ഇപ്പം ഇവിടെ തണുപ്പായത് കാരണം തന്നെ അതിൻ്റെ ഓരോ ജാക്കറ്റ്സും ഉണ്ട് കേട്ടോ. അപ്പം അത്ര വലിയ റേറ്റൊന്നും ഞാനവിടെ കണ്ടില്ല. പക്ഷെ ഞങ്ങളതൊന്നും വാങ്ങിക്കാനും വേണ്ടിയിട്ടല്ല ഞങ്ങൾ അങ്ങോട്ട് കയറി. അതുകൊണ്ട് തന്നെ ഞങ്ങളത് ജസ്റ്റ് ഒന്ന് വീഡിയോസ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് എടുത്തു. പിന്നെ അവിടെയൊക്കെ ഒന്ന് നോക്കി. ഇപ്പം നല്ല ഡ്രസ്സുകളൊക്കെ ഒന്ന് എടുക്കാനുണ്ടെന്നുണ്ട്. പക്ഷേ അത്ര ഡ്രസ്സൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ആ ഭാഗം അങ്ങോട്ട് കഴിഞ്ഞിട്ട് നേരെ പോയത് 2nd ഫ്ലോറിലാണ്. ഇപ്പോൾ ഈ 2nd ഫ്ലോറിൽ കാണിക്കുന്നത് ഒരുപാട് ഡ്രസ്സുകൾ, ലേഡീസിൻ്റെതും മെൻസിൻ്റെതും കിഡ്സിൻ്റെതും, അങ്ങനെ ഒരുപാട് ഡ്രസ്സ് കളക്ഷനുണ്ട്. ഒരുപാട് അപായകളുണ്ട്. ഈ അപായകളൊക്കെ കാണുമ്പോൾ ഒരുപാട് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഹെവി ലെവലിലുള്ള വർക്കാണ് കേട്ടോ, അപായകളാണ് കേട്ടോ. ഞാൻ മുൻപ് നാട്ടിൽ പോകുമ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ജാക്കറ്റ്സ് ഉണ്ട്, ലേഡീസിൻ്റെതും കിഡ്സ്, ഫീമെയിൽ, ഒരുപാട് കളക്ഷനൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ പോയെന്ന് മാത്രമേ ഉള്ളൂ, അതൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പെരുന്നാൾക്കൊക്കെ ഏത് മോഡൽ എടുക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ
ഞങ്ങളിങ്ങനെ നോക്കി പോയിട്ടേ ഉള്ളൂ. പിന്നെ എനിക്ക് ബാഗ് എടുക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ വർക്കിന് പോകുമ്പോൾ ഇങ്ങനെ ലഞ്ച് ബോക്സൊക്കെ ഇടാനും വേണ്ടിയിട്ട് ബാഗ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവിടുത്തെ ബാഗ് ഇഷ്ടപ്പെടായി അല്ല, അതൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പറ്റത്ര ഹൈ ലെവൽ ബാഗുകളാണ് അവിടെ കണ്ടത്. പക്ഷെ ഞാൻ അതിന് ഓർത്തിട്ടില്ല. പിന്നെ ഞങ്ങളിങ്ങനെ ഫാൻസി ഐറ്റംസ്, സ്പ്രേകൾ, ഇപ്പം അവർക്ക് ജോലിക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പ്രേ ഒക്കെ ഞങ്ങൾ 2-3 സ്പ്രേകൾ വാങ്ങിച്ചു. അപ്പം പിന്നെ വാച്ച് ഐറ്റംസ് ഉണ്ട്. വാച്ച് ഇപ്പോൾ കുട്ടികൾക്കും മെയിലിനും ഫീമെയിലിനും കിഡ്സിനും എല്ലാവർക്കും വേണ്ട ഒരുപാട് കളക്ഷൻ വാച്ചുകൾ നല്ല അഫോർഡബിൾ പ്രൈസിന് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. പിന്നെ നമുക്ക് ഒരുപാട് ഇതായിട്ട് കണ്ടില്ലേ, ഇതുപോലത്തെ ഒരുപാട് ആഭരണങ്ങളുണ്ട്. ഫുട് വെയറുകൾ, ചെരുപ്പ്, അതേപോലെ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരുപാട് ചെരുപ്പിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ചെരുപ്പൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് അവിടെ നിന്നൊന്നും എടുക്കാതെ ഞങ്ങളിങ്ങനെ പതിയെ ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ. 2-3 സ്പ്രേ ഐറ്റംസ് മാത്രം എടുത്തിട്ട് പതിയെ ഇങ്ങോട്ട് അവിടുന്ന് സെക്കൻഡ് ഫ്ലോറിലുള്ളത് ആ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് തന്നെ ബില്ല് ചെയ്തോളണം. തേർഡ് ഫ്ലോറിൽ നമ്മൾ എന്തെങ്കിലും തിങ്സ് എടുക്കണമെങ്കിൽ തേർഡ് ഫ്ലോറിൽ തന്നെ ബില്ല് ചെയ്യണം. പിന്നെ അവസാനം ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഫസ്റ്റ് ഫ്ലോറിന് ഇതുപോലെ തന്നെ ഫുഡ് ഐറ്റംസാണ് അവിടെ ഉള്ളത്. കിച്ചണിലേക്കുള്ള സാധനങ്ങൾ, ഫ്രൂട്ട്സ്, നട്ട്സ്, ഡേറ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഒരുപാട് ഇപ്പോൾ റമദാൻ ആയത് കാരണം തന്നെ ഈത്തപ്പഴത്തിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഓഫറിൽ വിട്ട് വെച്ചേക്കുവാണ്. ഇപ്പോൾ റമദാനല്ല, ഒരുപാട് ആൾക്കാർ ഈ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ചില ആൾക്കാർ നമ്മൾ നേരത്തെ തന്നെ കിച്ചണിൽ ഇതൊക്കെ കീപ്പ് ചെയ്യും. ഇപ്പം ഈ ഫെബ്രുവരി ഇപ്പം 2nd ആയി, ഇപ്പം 18th ആകുമ്പോഴത്തേന് റമദാൻ സ്റ്റാർട്ട് ചെയ്യില്ലേ. അപ്പം ഏകദേശം കുറേ ഫ്രൂട്ട്സും വെജിറ്റബിളും അല്ലാത്ത എല്ലാ സാധനങ്ങളും ഇപ്പം തന്നെ ഓഫർ ഇട്ട് വെച്ചേക്കുവാണ്. ഇപ്പം തന്നെ നമ്മൾ മലയാളികളാണെന്നുണ്ടെങ്കിലും ബഹ്റൈനികളാണെന്നുണ്ടെങ്കിലും അവരിപ്പം തന്നെ കീപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബേക്കറി ഐറ്റംസ് മാത്രം വാങ്ങിച്ചു. കുറച്ച് നട്ട്സും ഡേറ്റ്സും വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം, എന്നാലും ചെറിയൊരുക്കം മാത്രം. അതുപോലെ തന്നെ മാസം ലാസ്റ്റ് എൻഡിങ് ആയത് കാരണം നമ്മൾ സാലറിയൊക്കെ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്ന സമയമല്ലേ. അപ്പം ആ സമയത്താണ് ഞങ്ങളിപ്പം അധികവും സാധനം വാങ്ങിക്കാറ്, മാസം ലാസ്റ്റ് എൻഡിങ്ങിൽ. പിന്നെ വീക്കിലിയാണ് വാങ്ങിക്കാറ്. അപ്പോൾ അധികം കൂടുതലായിട്ട് സാധനം വാങ്ങിക്കുന്നത് ലാസ്റ്റ് എൻഡിങ്ങിലാണ്. പിന്നെ വീക്കിലി പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ബാക്കി വേണ്ട ഓയിൽ, അങ്ങനെ വെജിറ്റബിൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പിന്നെ വീക്കിലി പർച്ചേസ് ചെയ്യുന്നത്. മാസം ലാസ്റ്റ് എൻഡിങ്ങിൽ നമ്മൾ അരി അങ്ങനെ ഒരുപാട് ഹെവി ആയിട്ട് വാങ്ങിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇപ്പോൾ പതിയെ നമ്മൾ അനുസരിച്ച് വിടുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.